ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത്, ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഒരു ദോസ്ത് പണിയുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ബോഡിയൊക്കെ ഇറക്കിയാണ് പണിതിരുന്നത്. ഇപ്പോൾ ആ ദോസ്തിൻ്റെ മുഴുവൻ പണിയും കഴിഞ്ഞ് അത് ഓട്ടത്തിനുള്ള കണ്ടീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 കൊല്ലത്തേക്ക് ഇനി അതിലേക്കൊന്നും നോക്കണ്ട, അങ്ങനത്തെ പണിയാണ് ചെയ്തിരിക്കുന്നത്. ബാബു എന്ന ഒരു പാച്ച് വർക്കറാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് ഇന്ന് ഇവിടെ വരാൻ പറ്റിയില്ല. പുള്ളിക്ക് ഒരു അത്യാവശ്യമായ ഒരു സ്ഥലത്ത് പോവേണ്ടത് കൊണ്ട് പുള്ളിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. എന്നാൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. ഈ വാഹനത്തിൻ്റെ വർക്ക് നടത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 10 വർഷത്തേക്ക് ഇനി വേറെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. 10 വർഷം നല്ല സുഖമായിട്ട് ഓടാം. പിന്നെ ഈ വർക്ക്ഷോപ്പ് നടത്തുന്നവരുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുമായി കോൺടാക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൽ ആദ്യമായി ചെയ്തിരിക്കുന്നത്, ഈ വാഹനത്തിൻ്റെ ബാക്ക് ബോഡി നിലത്തിറക്കിയതിന് ശേഷം കമ്പനി കൊടുത്ത സ്ക്വയർ ട്യൂബ് കൂടാതെ എക്സ്ട്രാ സ്ക്വയർ ട്യൂബ് കൊടുത്ത് ബോഡി ഒന്നും കൂടി ബലപ്പെടുത്തിയിരിക്കുന്നു. ഇതുമൂലം ഭാരം കയറ്റുന്നത് കൊണ്ട് പെട്ടി വളയുവാനോ ബെൻഡാകുവാനോ സാധ്യതയില്ല. അതിനുശേഷം ഈ വാഹനത്തിൻ്റെ 3 സൈഡുകളും കട്ടി കൂടിയ ആംഗ്ലയർ കൊണ്ട് ബലപ്പെടുത്തുന്നു. ഇതുമൂലം ബോഡിക്ക് കൂടുതൽ ബലം കിട്ടുന്നു. പിന്നെ ചെയ്യുന്നതാണ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ മെയിൻ ഒരു പരിപാടി ചെയ്യും. അർക്കപ്പൊടി, അതായത് ഈർച്ചപ്പൊടി. ഈർച്ചപ്പൊടി നമ്മുടെ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ തേച്ച് പിടിപ്പിക്കുന്നു. ഇപ്പം നമ്മുടെ ഓട്ടം മീൻ കയറ്റി ഒക്കെ ഓടുന്ന ഓട്ടമാണെങ്കിൽ മീൻ വെള്ളമൊക്കെ വീണ് പെട്ടെന്ന് തുരുമ്പാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മീൻ കയറ്റി ഓടുന്ന വണ്ടിയാണെങ്കിൽ കുറച്ച് നല്ല ഗ്രീസും കൂടി അതിൻ്റെ അകത്ത് മിക്സ് ചെയ്താൽ കുറച്ചും കൂടി തുരുമ്പിനെ ചെറുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓയിൽ മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ വല്ല ഓടുന്ന വണ്ടിയാണെങ്കിൽ അവരോട് പറഞ്ഞ് ഗ്രീസും കൂടി മിക്സ് ചെയ്താൽ കൂടുതൽ ബെറ്ററായിരിക്കും. ഇതാണ് അൻവറിക്ക. ഈ ദോസ്ത് ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ ഇനി നായകനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അൻവറിക്ക ഇത് ബോഡി എങ്ങനെ പണിത്, ഈ സൈഡ് 3 സൈഡും തുറക്കാവുന്ന നിലയിലാണ് പണിതിരിക്കുന്നത്. അൻവറിക്ക ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, ഈ സൈഡ് ഇങ്ങനെ തുറക്കാമല്ലേ? ഞാൻ ആ സൈഡും തുറക്കാൻ പറ്റൂലേ? ആ സൈഡും തുറന്ന് കാണിച്ചു കൊടുത്തേ. 3 സൈഡ് നമുക്ക് തുറന്നിടാം. ഇതിൻ്റെ 3 സൈഡും ഓപ്പൺ ആക്കാം. അപ്പോൾ 3 സൈഡിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ലോഡ് ചെയ്യാം. അപ്പോൾ
ഇടുങ്ങിയ സ്ഥലത്ത് പോയാലും ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ലോഡ് കയറ്റാം. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നത് കണ്ട. പിന്നെ അതുപോലെ തന്നെ ബോഡി മറ്റേ പ്ലാറ്റ്ഫോമൊക്കെ കണ്ട നല്ല സ്ട്രോങ്ങിലാണ് പണിതേക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തേക്ക് ഇതിലേക്ക് നീ നോക്കണ്ട, ഇനി ഓടിയാൽ മാത്രം മതി. പിന്നെ ടെസ്റ്റിനൊന്ന് പോളിഷ് ചെയ്ത് ടെസ്റ്റ് പാസ്സാക്കി എടുക്കുക. ആദ്യം നമുക്ക് കുറച്ച് പൈസ മുടക്കേണ്ടി വരും, എന്നാലും നമുക്കത് ലാഭം തന്നെയാണ് അല്ലേ അൻവർക്ക? പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ചെയ്തിരിക്കുന്നത് 14 kg കട്ടിയുള്ള തകിട് വെച്ചാണ് പ്ലാറ്റ്ഫോം ചെയ്തിരിക്കുന്നത്. എന്നാൽ ബാക്ക് ഡിക്കി അടക്കാൻ വരയ്ക്കുക. നല്ല നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? ഡിക്കിയൊക്കെ നല്ല വെയിറ്റിലാണ് പണിതേക്കണത്. പക്ഷേ ദോസ്തായതിൻ്റെ കൊണ്ട് വെയിറ്റ് എത്ര കയറിയാലും കുഴപ്പമൊന്നുമില്ല, ബോഡി സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ ദോസ്തിന് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് കെട്ടി വലിക്കാനുള്ള ഒരു ഹാങ്കറാണ്, ഒരു ഹുക്ക്. ആ ഹുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നത്. വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ കെട്ടി വലിക്കാണ്ടെങ്കിൽ വളരെ സുഖമാണ്. അന്നൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ. കണ്ട, കെട്ടി വലിക്കാൻ ഒരു ഹുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കണ്ട, ആ ഹുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ നമുക്ക് റോപ്പ് ഇട്ടിട്ട് വണ്ടിയൊക്കെ കെട്ടി വലിക്കാൻ വളരെ സുഖമാണ്. കണ്ട, അത് കഴിഞ്ഞാൽ തന്നെ ഓക്കെ, ഇതിങ്ങോട്ട് ഇറങ്ങൂല്ലേ? താഴത്തേക്ക് ഇറങ്ങും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ സാധനം ഈ കുറ്റി ഇങ്ങോട്ട് ഇറക്കിയ ശേഷം ഇതിൽ റോപ്പിട്ട് നമുക്ക് കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ വളരെ സുഖമാണ്. ഡോറടച്ചോ. ഓക്കെ. പിന്നെ ഇതിൻ്റെ ലീഫ് ഒരെണ്ണം എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. എന്താ, അപ്പം ലീഫ് ഒന്ന് ബെൻഡ് അടിച്ചിട്ടുണ്ട്. അതാണ് ഈ ഹൈറ്റ് ഉള്ളത്. ഇതിന് ലീഫ് വന്നത് പാരാമോളിക് ലീഫാണ് വന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റ്, നല്ല ബോഡി നല്ല വെയിറ്റിലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റ് വരുമ്പോൾ വണ്ടി കുറച്ച് ഹൈറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയാണ് ലീഫ് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാരം കയറ്റുമ്പോഴും ഒരു ലീഫ് കയറ്റി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഈ ദോസ്തിൻ്റെ വർക്കിൻ്റെ പണിയുടെ ഓരോ ഘട്ടവുമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടാതെ ഇതിൻ്റെ നമ്പർ, ഇത് പണിത വർക്ക്ഷോപ്പിൻ്റെ നമ്പർ എൻ്റെ മുന്നിലത്തെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.